ഹായ് ഹലോ ഫ്രണ്ട്സ്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ദ ഡെയിലി ലൈഫ് ഓഫ് ദി ഇമ്മോർട്ടൽ കിങ് എന്നുള്ള ആനിമേ സീരീസിൻ്റെ എപ്പിസോഡ് 11 ആണ്. സോ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബാങ്ങും ഇവരെല്ലാവരും കൂടി ആ ടെലിപ്പോർട്ടായിട്ട് ആ മറ്റേ സെറ്റിക്ക് എത്താണ് ഈ കളി നടക്കുന്നത്. അപ്പോൾ ഈ ടാങ്ങും ഓൻ്റെ ടീമും ഒരേ സ്ഥലത്തേക്കും അതുപോലെ തന്നെ വാങ്ങും ഓൻ്റെ ടീമും പല പല സ്ഥലത്തേക്കും ആയിട്ടായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ടാങ് അപ്പം തന്നെ ഓൻ്റെ അസിസ്റ്റൻറ്റിനോട് പറയും ഈ മറ്റേ ടീമൊക്കെ പാടി എവിടെ ഉള്ളത് ലൊക്കേഷൻ കണ്ടുപിടിക്കാനും. അപ്പോൾ അസിസ്റ്റൻറ്റ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ തുടങ്ങും. അപ്പോൾ ചെന്നാണെങ്കിൽ മെറ്റൽ റൗണ്ടിലും സുന്നാണെങ്കിൽ വാട്ടർ റൗണ്ടിലും ഡോഗ് ആണെങ്കിൽ ഫയർ റൗണ്ടിലാണ് ഉണ്ടാവുക. അപ്പത്തിനുള്ളിൽ പറയാം അവിടെ ഒരു ലോ എനർജി കൂട്ടിയിട്ട് സെൻസ് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ ഗുവ അവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവാറ്. അപ്പോൾ ഈ ഓറഞ്ച് കളറുള്ള ഹെയർ സ്റ്റൈലുള്ള ചെറുക്കൻ ചോദിക്കും അപ്പോൾ ആ പൂജ്യം എന്നുള്ള ഓനെ ഇവിടെ ഉള്ളത് ചോദിക്കും, അതായത് വാങ്ങും. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റ് പറയും അവനക്ക് പൂജ ആയതുകൊണ്ട് തന്നെ സിസ്റ്റത്തിൽ നള്ളായതുകൊണ്ട് തന്നെ എവിടെയും അവൻ്റെ ഇത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, സോ ഓനെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ചങ്ങ പറയും ഇവരെല്ലാവരും ഓരോ റൗണ്ടിലല്ലേ ഉള്ളത്, അപ്പം മറ്റോനെ എന്തായാലും ഇവരാരും ഇല്ലാത്ത ആ റൗണ്ടിലായിരിക്കും ഉണ്ടാവാറ്. അപ്പം തന്നെ അവിടുന്ന് മറ്റോനെ ആ മുടിയേര് ചാടിപ്പോവും വാങ്ങിന് തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പേജ് ചാടിക്കും. അപ്പോൾ ഗുവയുടെ അഡ്രസ്സ് നമുക്കൊന്ന് തപ്പി പിടിക്കാം, അതായത് ഇപ്പോൾ ഓനെ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ കറക്റ്റ് അവിടേക്ക് പോകാമെന്ന് വിചാരിക്കും. അങ്ങനെ ഗുവ ഇവിടെ ഇല്ലച്ചാൽ പറയുന്നുള്ള രീതിക്ക് പറഞ്ഞപ്പം അസിസ്റ്റൻറ്റ് പറയും ഗുവ ഇവിടെ ഇല്ലെന്ന് ഇപ്പം ഞാൻ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ടാങ് പറയും ഇല്ല വേണ്ട, ഗുവ ഉള്ള ഒത്തിരി ലൊക്കേഷൻ കണ്ടുപിടിക്കണ്ട, ഓനെ ഞാൻ സെറ്റാക്കിക്കോളാറ്. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഗുവ ഇതൊക്കെ കേട്ടിട്ട് പേടിച്ച് കല്ലുമാരിക്കും ഒരു കല്ലിൻ്റെ ബാക്കിൽ ഒളിച്ച് നിൽക്കുന്നുണ്ടാവും. അതായത് ഇവരൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ഇവരെ അടുത്ത് തന്നെ ആയിരിക്കും ഗുവ ഉണ്ടാവുക. അപ്പോഴായിരിക്കും അവർക്ക് അപ്രതീക്ഷയായിട്ട് നമ്മളെ ടാങ് വന്നിട്ട് ഓൻ്റെ അതായത് ഗുവയുടെ കഴുത്തിൽ കൂടെ കുത്തി ഇറക്കും. അപ്പോൾ ഈ ഗുവ കല്ല് മരിക്ക് പൊടിഞ്ഞു. അപ്പോൾ ടാങ്ങിന് എനിക്ക് ഫസ്റ്റ് ഇവിടെ ലാൻഡായ പാടനെ അവനക്ക് ഗുവേനെ സെൻസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഗുവ ഒരു മരത്തിന് മുകളിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ പോക്കറ്റിൻ്റെ ഭാഗത്തുള്ള ഒരു 3 കുഞ്ഞു ബൊമ്മക്കുട്ടിയുടെ പോലത്തെ സ്ഥലത്ത് ഒരു ബൊമ്മക്കുട്ടി അവിടുന്ന് ഇൻവിസിബിളായി പോകും. അതായത് പൊടിഞ്ഞു പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെൻറ് റൂൾ എന്താ വെച്ചാൽ ഇവർക്ക് 3 3 ചാൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഗുവത്തെ ഒരു ചാൻസ് കഴിഞ്ഞു. അപ്പം ഇനി ഗുവക്ക് ആകെയുള്ള ചാൻസ് അറിയണത് 2 ചാൻസാണ്. അതും കൂടി കഴിഞ്ഞാൽ ഗുവ ഇതിന് എലിമിനേറ്റ് ആയി പോകും. അപ്പോഴേക്കാളും ഗുവ ഉള്ള സ്ഥലത്ത് കൂടെ ഈ മുടിയനെ ഓടി പോവുക. അപ്പോൾ ഗുവക്ക് മനസ്സിലാവും ഇവന് ആ ടീമിൽ ഏറ്റവും ബലഹീനനാണ്. കാരണം എന്താ വെച്ചാൽ ഇവന് വാങ്ങുള്ള സ്ഥലത്തേക്ക് ഓടി പോകണം. വാങ്ങ് പറഞ്ഞാൽ ഇതിൽ നള്ളാണ്, തീരെ പവേഴ്സ് ഇല്ലാത്ത ആളാണ്. എന്നിട്ട് അങ്ങ് അസിസ്റ്റൻറ്റിനോട് പറയും ഈ കഴിഞ്ഞ് ചെന്നിൻ്റെ കാര്യം നോക്കിക്കോ, ഞാൻ സുനീൻ്റെ കാര്യം നോക്കിക്കോളാണ്ട് സുനീൻ്റെ കാര്യം ഒന്ന് സ്വന്തമായിട്ട് ഏറ്റെടുക്കും. അങ്ങനെ അവന് വാട്ടർ റൗണ്ടിക്ക് സുനീനായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. കാരണം സുനീനായിട്ട് കുറച്ചും കൂടി കണക്കൊന്നും ഓനക്ക് വീട്ടാണ്ട്. അങ്ങനെ പിന്നെ ചെന്നാണെങ്കിൽ ഓനക്ക് ഓൻ്റെ സോഡ് ഈ സാധനത്തേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടുന്നതിൻ്റെ ഇടയിൽ ഓൻ്റെ ഫേസിലൊക്കെ സ്ക്രാച്ചാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവണേ ഈ മെറ്റൽ റൗണ്ടത്തെ ഈ ലീഫുകളൊക്കെ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. അതുകൊണ്ട് തന്നെ ഫേസിലും കൈമുലൊക്കെ നല്ല മുറിയായിട്ടുണ്ടാവും. അങ്ങനെ ലാസ്റ്റ് ഓന് ആ സേർഡ് വെക്കാനുള്ള സ്ഥലത്ത് എത്തിയപ്പോഴത്തേന് ബാക്കിൽ അസിസ്റ്റൻറ്റ് വന്ന് നിന്നിട്ട് എങ്ങോട്ടാ പോണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓനെ അവിടെ നിർത്തും. അപ്പോൾ ഓന് പറയും എൻ്റെ കുടുംബ പാരമ്പര്യം വെച്ചിട്ട് എൻ്റെ കുടുംബത്തിൽ ആരും പെണ്ണുങ്ങളായിട്ട് ഫൈറ്റ് ചെയ്യാറില്ല, അതുകൊണ്ട് ഇജ്ജ് പോയിക്കോ, ഞാൻ 3 പേരെ ഇടും, അപ്പോഴത്തേന് ഇജ്ജ് പോയിക്കോ, അതാണ് എനിക്ക് നല്ലത്. അങ്ങനെ അസിസ്റ്റൻ്റ് അതിൻ്റെ കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കാതെ നേരെ എൻ്റെ സൈഡിൽ കൈ കെട്ടിച്ച് എൻ്റെ ഇത് കഴിഞ്ഞു, ഇനി അടുത്തത് എൻ്റെ ടൈമാണ് പറയും. അത് കേട്ടപ്പോൾ അതൊന്ന് റിയലൈസ് ചെയ്ത് ഇനി അടുത്തത് ഓന് ഇത് പവർ യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചാൽ പവർ യൂസ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേന് ഓനെ തന്നെ കാട്ടാൻ തുടങ്ങുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടായിക്കെന്ന് വെച്ചാൽ ഈ അതായത് അസിസ്റ്റൻ്റ് ഈ ചെന്നിൻ്റെ നെർവസ് സിസ്റ്റത്തിനെ തന്നെ കൺട്രോൾ ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഓനെ തന്നെ ആക്രമിക്കുകയാണ്. അപ്പം അത് കണ്ടിട്ട് ഭയങ്കര അച്ഛൻ ചേട്ടേ ഇപ്പോഴൊക്കെ എന്ത് സംഭവിക്കണം, ഈ കുട്ടികളൊക്കെ ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചിന്തിക്കും. എനിക്ക് വിശ്വാസം വരുന്നില്ല, ഇതൊക്കെ ശരിക്കുള്ളത് തന്നെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ അപ്പം അതിൻ്റെ മറുപടി ആയിട്ട് ടീച്ചർ പറയും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അവിടുന്ന് ആരും മരിക്കൊന്നുമില്ല, പക്ഷേങ്കിൽ അവിടുന്ന് എന്തൊക്കെയാണോ ഓൾക്ക് സംഭവിക്കുന്നത് അതിൻ്റെ ഒക്കെ ഒരു പേടി ഓല മനസ്സിൽ എന്തായാലും ഉണ്ടാവുന്നത്. പിന്നെ വേറെ സൈഡിലാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഗൂഫനും അതുപോലെ തന്നെ ഡോഗും തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ. അപ്പോൾ ഗൂഫനാണെങ്കിൽ നേരെ ഓനെ നെഗറ്റീവ് എനർജി യൂസ് ചെയ്തിട്ട് ഡോഗിനെ അറ്റാക്ക് ചെയ്യാൻ നിന്നപ്പോൾ തന്നെ ഡോഗ് അത് സെൻസ് ചെയ്തിട്ട് പെട്ടെന്നോട് ഗ്ലീച്ചിലാവും. അങ്ങനെ മുടിയനാണെങ്കിൽ ഭയങ്കര തപ്പി ഭയങ്കര കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തണം. അപ്പം മോൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ ഭയങ്കര കുന്നുകിന്. ആ സമയത്തായിരിക്കും ഡോഗ് ഇവനോട് പറയുണ്ടാവുക ഗൂഫൻ്റെ ഈ നെഗറ്റീവ് എനർജി യൂസ് ചെയ്തിട്ട് എൻ്റെ സീല് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് കേട്ട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എഞ്ചിട്ട് നീച്ചു. അപ്പം മുടിയനാണെങ്കിൽ ഭയങ്കര നിശ്ചയിന് പോയി വലിയ ഓനായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ഗുവ വരുന്നുണ്ടാവുക. ഗുവ വന്നിട്ട് ഇവർ തമ്മിൽ നല്ല ഫൈറ്റ് എടുക്കും, അതായത് ഗുവൻ്റെയും മുടിയൻ്റെയും തമ്മിൽ. മാങ്ങാണെങ്കിൽ അത് നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ നിൽക്കായിരിക്കും. പിന്നെ കാണുന്നത് സുനിയാണ്. സുനി വാട്ടർ റൗണ്ടിൽ അവിടെ ഓളെ സോഡ് കുത്താൻ നിൽക്കായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഓളെ വെള്ളത്തിൽ നിന്ന് ആരോ ആക്രമിക്കും. പക്ഷേങ്കിൽ ഓള്
തടയും. മാത്രമല്ല ഓളോളെ സ്വേർഡിന്റെ സ്പിരിറ്റിനെയും പുറത്ത് കൊണ്ടുവരും. പിന്നെ അത് ഓൾ അറ്റാക്ക് ചെയ്ത് വേറെ ആരും ആയിരിക്കില്ല, അത് ടാങ് എടുക്കും. ടാങ്ങിന്റെ സ്വേർഡിന്റെ സ്പിരിറ്റും അവിടെ തന്നെ ഉണ്ടാവും. ഓന് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക ഒരു സമുറായി ആയിട്ടായിരിക്കും. ഇപ്പൊ തെങ്ങ് തല്ലുണ്ടാക്കുന്നതിന് പകരം സുന്നിന്റെ അടുത്ത് ഓളെ ചെറുപ്പത്തിലുണ്ടായിരുന്ന കാര്യങ്ങളും ഓളുണ്ടാവുള്ളൂ ഇപ്പോൾ നഴ്സറി സ്കൂളിൽ പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും വർത്തമാനം പറയണ്ടത്. അതിൽ സുന്ന അതൊന്നും മീൻഡാക്കാതെ ഓനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓളെ സ്പിരിറ്റ് സോഡിനോട് പക്ഷെ അത് സമ്മതം. പിന്നെ അതിന്റെ ശേഷം സ്കോർ ബോർഡാണ് കാണുന്നത്. അതിലാണെങ്കിൽ ടീം 59 സ്കോർ 3, അതുപോലെ തന്നെ ടീം 60 സ്കോറും 0 ആയിരിക്കും. വിച്ച് മീൻസ് സ്കൂൾ 59 സ്കൂൾ 60 3 റൗണ്ടിൽ തോൽപ്പിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ചെന്നൈൻ്റെ സൗണ്ട് കേൾക്കുക. ചെന്നൈനെ ഇഷ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ സ്കോർ 4-0 ആയിട്ടുണ്ടാവും. അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ സുന്നി വിചാരിക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യുക. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും തേങ്ങ അവിടെയുള്ള വാട്ടറൊക്കെ ഫ്രീസ് ആക്കി ഉണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ ഓനക്കറിയാം സുന്നിൻ്റെ പവേഴ്സൊക്കെ വരുന്നത് ഈ വെള്ളത്തിൽ നിന്നായിരിക്കും. അപ്പോൾ സുന്നി എന്ന് പറയാ ഇങ്ങനെ ഒരു കാര്യം തേങ്ങ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓളെ എല്ലാ പവേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ഇവനായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പക്ഷേങ്കിൽ അതും ഈ സാമ്രായി വന്നിട്ട് തടയും. കാരണം സാമ്രായിയുടെ ഒപ്പം എന്തായാലും ഓൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് പവർഫുള്ളാണ് സാമ്രായി എന്ന് പറയുന്നത്. അങ്ങനെ ഓൾക്ക് എനർജി കിട്ടുന്ന സോഴ്സും പോയി ഒക്കെപ്പാടി ഓളാകെ ബലഹീനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും അവിടേക്ക് ഗൂഫൻ വരുന്നത്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഗൂഫൻ. ഓനും കൂടി ഇങ്ങനെ വന്നപ്പോൾ ഓൾക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഓടി രക്ഷപ്പെട്ടാലോ എന്നാരോ വിചാരിച്ചു. പക്ഷേങ്കിൽ ഓടി രക്ഷപ്പെടാനുള്ള പവർ പോലും ഓൾക്കില്ല. അത്ര പോലും ഓൾക്ക് ഇപ്പോൾ മൈലേജ് ഇല്ല. അങ്ങനെ ഉള്ളൊരു ദയനീയ അവസ്ഥയിൽ നിൽക്കുമ്പോഴായിരിക്കും ഗൂഫൻ ആണെങ്കിൽ ഓൻ്റെ നെഗറ്റീവ് എനർജി യൂസ് ചെയ്തിട്ട് അവളെ പിന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അറ്റ് ദ സെയിം ടൈം എന്തോ ഒരു എനർജി ആകാശത്ത് കൂടെ വന്നിട്ട് അവിടുത്തെ ആ ഗ്ലാസ് ആയിട്ട്, അതായത് ഐസ് ആയിട്ടുണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് അവിടേക്ക് പിന്നെയും വെള്ളം വരാണ്. അങ്ങനെ അവിടേക്ക് വലിയൊരു കാറ്റ് വന്നിട്ട് സുനീനെ അവിടുന്ന് രക്ഷിക്കുകയാണ്. അങ്ങനെ ടാങ്ങും അതുപോലെ തന്നെ ഗുഫനും 2 സൈഡിൽ പോവാണ് ഇവളെ തപ്പാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടാങ് മനസ്സിൽ പറയും എനിക്കറിയില്ല ചാരാണെന്ന് എന്തിനെങ്ങനെ വന്നതെന്നും എനിക്കറിയില്ല, പക്ഷെ നമ്മൾ ജയിച്ചതിന് ശേഷം എനിക്ക് എന്താണോ ആവശ്യം അത് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് കേട്ടപ്പോൾ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ഗൂഫനും ഹാപ്പി. അതിന് ശേഷം നമ്മുടെ ടാങ് ആണെങ്കിൽ അവൻ്റെ സ്പിരിച്വൽ സോഡ് കൊണ്ടുപോയിട്ട് ആ സ്ഥലത്ത് ഇൻസേർട്ട് ചെയ്തു. അതിന് ശേഷം സ്കോർ ബോർഡാണ് കാണുന്നത്. പക്ഷേങ്കിൽ 5 പകരം മറ്റേ ടീമിന് ഒരു പോയിന്റ് കിട്ടുക ചെയ്തത്. അതിൻ്റെ ശേഷം വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ സുന്നി നമ്മുടെ അങ്ങനെ ഗുവക്ക് വിളിച്ചപ്പോൾ ഗുവ പറയണം വാങ്ങും അതുപോലെ തന്നെ ഡോഗും തമ്മിൽ ബോഡി സ്വിച്ച് ചെയ്തിരിക്കുന്നത്. അത് കേട്ടപ്പോൾ സുന്നിനെ അങ്ങനെ പ്രത്യേകിച്ച് അറിവൊന്നും തോന്നിയില്ല. ഓൾ ഓക്കെ പറഞ്ഞിട്ട് കട്ടാക്കും. അങ്ങനെ നോക്കുമ്പോൾ ടീച്ചേഴ്സൊക്കെ സ്ക്രീനിൽ ഒരു ബ്ലാക്ക് സാധനത്തിന് കാണും. പക്ഷേങ്കിൽ ഇവർക്ക് ആർക്കും അറിയില്ല അത് ആരാണ് എന്താണെന്ന്. ഇത് കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്. പിന്നെ ഈ സീസൺ എന്തായാലും 2 ദിവസം കൊണ്ട് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. മാത്രമല്ല അത് പാതിരാത്രി റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും 12 മണി കഴിയും എന്തായാലും ഇടാൻ. സോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. താങ്ക് യു.